ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ഫീസ്റ്റ്. മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ UK നമ്മൾ വന്ന സമയത്ത് ഒരു വീടെടുക്കും. പല സമയത്ത് നമ്മൾ വീട് ടെനൻസ് നമ്മൾ മാറി പോകുന്ന സമയമാണ്. ആ മാറി പോകുമ്പോൾ നമുക്ക് എടുക്കുന്ന പ്രൊഫഷണൽ ലൈസൻസ്, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, അതിൻ്റെ അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴായിരിക്കും നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ അഡ്രസ്സ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ള ചെറിയൊരു ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ആണ്. ആദ്യം നമ്മൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ഒരു D1 ഫോം ഉണ്ട്, ആ ഫോം വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് അതിൻ്റെ D1 ഫോം നമുക്കവർ ഇതേപോലെ ഒരു D1 ഫോം ഉണ്ട്, ആ D1 ഫോം നമുക്ക് തരും. ഇതിനകത്ത് ഒരു ബുക്ക്ലെറ്റും, അതിനകത്ത് എങ്ങനെയാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളത് ബുക്ക്ലെറ്റ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, ഏതൊക്കെ ചേഞ്ച് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനായിട്ട് നല്ല വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അതേപോലെ തന്നെ ഇതേപോലൊരു ആപ്ലിക്കേഷൻ ഫോമാണ് നമുക്ക് കിട്ടുന്നത്, D1 ഫോം എന്നാണ് ഇതിനെ പറയുക. ഇതിനകത്ത് നമുക്ക് ഓരോ ഡീറ്റെയിൽസുകൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സും പേരുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സൈൻ സിഗ്നേച്ചർ ചെയ്യേണ്ടതും, ഇതൊക്കെ ന്യൂ ലൈസൻസ് എടുക്കുമ്പോഴാണ് ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. ന്യൂ ലൈസൻസ് എടുക്കുമ്പോഴും അതേപോലെ തന്നെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾക്കും ഈ ഒരു D1 ഫോമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ സ്ക്രീനിൽ കണ്ടു കാണുമായിരിക്കും അതിൻ്റെ ഫുള്ളായിട്ടുള്ളത്. അതിൻ്റെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് D1 ഫോം. ഇതിനകത്ത് നമ്മൾ ക്രോസ് മാർക്കായിട്ടാണ് ഇതിനകത്ത് ഈ ബോക്സുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. ടിക്ക് മാർക്ക് ഇടരുത്. ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിപ്പോവും. നമ്മൾ ക്രോസ് മാർക്ക് നമുക്ക് ആവശ്യമുള്ളത് എവിടെയൊക്കെയാണോ അവിടെല്ലാം നമുക്ക് ക്രോസ് മാർക്ക് ഇടണം. ഇപ്പം എൻ്റെ ആണെങ്കിൽ എനിക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ലൈസൻസിനകത്ത്. അപ്പോൾ അതിനകത്ത് ഏതാണെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ക്രോസ് മാർക്ക് ഇടണം. എൻ്റെ ഉള്ളത് ലൈസൻസിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഫസ്റ്റ് പ്രൊഫഷണൽ എടുക്കുന്നവർക്ക് അങ്ങനെ വേറെ ഉണ്ട്, റിന്യൂ ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അതിനകത്ത് ഏതാണ് ആവശ്യം അതിനനുസരിച്ചുള്ള ക്രോസ് മാർക്ക് ഇടേണ്ടതാണ് നമുക്കതിനകത്ത് ആദ്യം. അടുത്ത ഭാഗത്താണ് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ലൈസൻസ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് അതിനകത്ത് തന്നെ നോക്കി നമ്മുടെ സർനെയിം, ഫസ്റ്റ് നെയിം, കാര്യങ്ങൾ, അഡ്രസ്സ്, നിലവിലുള്ള അഡ്രസ്സ്, അതുപോലെ പ്രീവിയസ് അഡ്രസ്സ് ഏതാണ്, ചേഞ്ച് ചെയ്യേണ്ട അഡ്രസ്സ് ഏതാണെന്നുള്ളത്, അതിനകത്തുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ താഴെ കാണുന്ന ഡിക്ലറേഷൻ 7 നമ്മുടെ സിഗ്നേച്ചർ ചെയ്യേണ്ടത്. അതിനകത്ത് ആ ബോക്സിനകത്ത് തന്നെ കറക്റ്റായിട്ട് സിഗ്നേച്ചർ ചെയ്യണം. അതേപോലെ തന്നെ ഡേറ്റും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പേജിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും നമ്മൾ റിന്യൂ ചെയ്യുന്നത്, അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിനകത്ത് നമുക്ക് പുതിയ ലൈസൻസ് എടുക്കാനുള്ളത്, എങ്ങോട്ട് അയക്കേണ്ടിയ കോഡുകൾ, എത്ര ഫീസ് ആകും എന്നുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് ആ അടുത്ത പാർട്ടിലെ പേജിനകത്ത് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അഡ്രസ് ചേഞ്ചിങ്ങിന് ഫീസും കാര്യങ്ങളൊന്നും സ്പെഷ്യലായിട്ടില്ല. പുതുതായിട്ട് എടുക്കുന്നതിനൊക്കെയാണ് ഫീസും കാര്യങ്ങളുള്ളത്. അതേപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ EU അങ്ങനെ പല രീതിയിലുള്ള ഡീറ്റെയിൽസുകളും അതിനകത്തുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ വായിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ലൈസൻസ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് ഫ്രീ ആണ്. എനിക്ക് ജസ്റ്റ് ആ കാർഡ് മാത്രം അങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ചേഞ്ച് ഓഫ് അഡ്രസ്സ്, ഫോട്ടോ, കാർഡ്, ലൈസൻസ് ഫ്രീ ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അത് ഏത് പോസ്റ്റൽ കോഡിലാണ് അയക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ പുറകിൽ എൻ്റെ പോസ്റ്റൽ കോഡുണ്ട്. ഏത് അഡ്രസ്സാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെയാണ് അതിൻ്റെ അഡ്രസ് ചേഞ്ചിങ്ങിനുള്ള പോസ്റ്റൽ അഡ്രസ്സ്. അപ്പം ഇതിനകത്തോട്ടാണ് നമ്മളിത് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കേണ്ടത്. ഫോമൊക്കെ ഫില്ലാക്കി ഇതിനകത്ത് നമ്മളിട്ടിട്ട് DVLക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് എൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ പഴയ ലൈസൻസ് ഇതിനകത്ത് അകത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കൊടുത്തു വിടാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് അറിയാത്ത ആൾക്കാർക്ക്, മിക്ക ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.